പോയി സിനിമ കണ്ടത്. നല്ല അടിപൊളി സിനിമയാണ്, എല്ലാവരും കാണണേ. ഞങ്ങളുടെ ടീച്ചർമാർ അഭിനയിച്ചതാണ്. ഞങ്ങളുടെ HM നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ച് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറൊക്കെ ഉണ്ടായിരുന്ന സൂപ്പർ സിനിമയായിരുന്നു. ഇതിനകത്ത് ഏറ്റവും എടുത്തുകൊണ്ട് ഹെഡ് മാസ്റ്ററാണ്. ഹെഡ് മാസ്റ്ററാണ് ഇതിനകത്ത് വില്ലൻ കേട്ടോ. എല്ലാ സ്കൂളിലും ഹെഡ് മാസ്റ്റർ നായകനാണെങ്കിൽ ഈ ഷോർട്ട് ഫിലിമിൽ ഹെഡ് മാസ്റ്റർ വില്ലനാണ്. ടീച്ചറിനകത്ത് ടാപ്പിംഗ് തൊഴിലാളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ടാപ്പിംഗ് വരെ പഠിച്ചില്ലയോ അഭിനയിക്കാൻ വേണ്ടി. എന്തായാലും നിങ്ങൾ എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. എല്ലാവരും കാണണം, നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ല സിനിമയാണ്. ടീച്ചറെ നിന്നോളം എന്നാണ് പേരില്ലേ? അതെ. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ടച്ചബിൾ ആണ്. ഈ ഒരു കാലഘട്ടത്തിലെ പിള്ളേർ കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും ഇവരൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി റിപ്പബ്ലിക്കൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. ഇവരൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് കേട്ടോ. നിന്നോളം എന്നാണ് അതിൻ്റെ പേര്. നമ്മളെല്ലാവരും കാണേണ്ട ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ്. ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഒരു സിനിമ തന്നെയാണ്. നമ്മുടെ കണ്ണ് നനയിക്കുന്ന ഒരു ചിത്രമാണ്. എല്ലാവരും കാണേണ്ടതാണ് അല്ലേ? അത് ഞാൻ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ദൃശ്യഭംഗിയാണ്. ടീച്ചറിനകത്ത് ടാപ്പിംഗ് തൊഴിലാളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ടാപ്പിംഗ് വരെ പഠിച്ചില്ലയോ അഭിനയിക്കാൻ വേണ്ടി. ഇതിനകത്ത് ഏറ്റവും എടുത്തുകൊണ്ട് ഹെഡ് മാസ്റ്ററാണ്. ഹെഡ് മാസ്റ്ററാണ് ഇതിനകത്ത് വില്ലൻ കേട്ടോ. എല്ലാ സ്കൂളിലും ഹെഡ് മാസ്റ്റർ നായകനാണെങ്കിൽ ഈ ഷോർട്ട് ഫിലിമിൽ ഹെഡ് മാസ്റ്റർ വില്ലനാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഇവരെ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക്, യൂട്യൂബിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ കൊടുക്കും. നിങ്ങളെല്ലാവരും കണ്ട് അഭിപ്രായം പറയണം. ദിവ്യ സൈരെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാമർശമുള്ളത്. മോക്ക് വലുതാവുമ്പം ദിവ്യ സൈര ആവണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ തന്നെയാണോ? ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഈ ഷോർട്ട് ഫിലിം അവരെ കാണിക്കണ്ടേ? ദിവ്യ സൈര് ഇത് കാണുന്നുണ്ടെങ്കിൽ ഷോർട്ട് ഫിലിം കാണണം. ഇവരെ ഒന്ന് അഭിനന്ദിക്കണം. കണ്ടിട്ട് എന്താണെന്നുള്ളതെന്ന് പറയണമെന്ന് കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. പിള്ളേരല്ലേ, തെറ്റുപറ്റിയാൽ നമുക്ക് തിരുത്താം. നിന്റെ കൊച്ചായോണ്ടോ ഞാൻ നിന്നോട് പറയുന്നത്. നീ ശ്രദ്ധിച്ചാൽ നിനക്കുള്ളൂ. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. ഇത് അധ്യാപകരാണോ സിനിമ നടന്മാരാണോ? അധ്യാപകരായ സിനിമാ താരങ്ങളാണ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, പുതിയ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു ഷോർട്ട് ഫിലിം അല്ലേ? യൂഷ്വലി നമ്മൾ ഈ ലഹരി അങ്ങനെയൊക്കെ ആണല്ലോ കൂടുതലും കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി കുറച്ച് വ്യത്യസ്തമായ ഒരു തീം കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഞങ്ങളെല്ലാം ഈ മേഖലയിൽ പുതിയ ആൾക്കാരാണ്. എല്ലാ ക്രെഡിറ്റ്സും ഈ സിനിമ വർക്കൗട്ടായി വന്നതിൽ ഞങ്ങൾക്ക് ഇത് ബിഗ് സ്ക്രീനിൽ കാണിക്കാൻ സാധിച്ചു. ഒരു ഷോ കഴിഞ്ഞു കോന്നി ശാന്തി തിയേറ്ററിൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ശരിക്കും പറഞ്ഞാൽ അയ്യപ്പദാസ് ഇതിൻ്റെ സംവിധായകനാണ്. കാരണം ഞങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ അദ്ദേഹം എത്രത്തോളം ആ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും അധികം ശരിക്കും പറഞ്ഞാൽ നന്ദി അദ്ദേഹത്തിനോടാണുള്ളത്. മ്യൂസിക്കൊക്കെ നമ്മൾ AI ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും അയ്യപ്പൻ്റെ വൈഫാണ് ഡോക്ടർ അപർണ. അതേപോലെ തന്നെ റെക്കോർഡിസ്റ്റ് നീറ്റു ഉണ്ട്. ദെൻ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ബിബിനാണ്. ക്യാമറ, അതിൻ്റെ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ആ ഒരു ദൃശ്യഭംഗി. നമ്മൾ കൊടുമൺ പ്ലാന്റേഷനാണ് ഷൂട്ട് ചെയ്തത്. ജിജുവിൻ്റെ ക്യാമറയുടെ ആ ഒരു ക്യാമറ വർക്കിനെ കുറിച്ചുള്ള നമുക്ക് നല്ലൊരു വിഷ്വൽ എഫക്റ്റാണിത്. മേക്കപ്പ് ചെയ്തിരിക്കുന്നത് സുബിനാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായ കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായമാണ്. വളരെ നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ പലരുടെയും കണ്ണു നിറഞ്ഞു. അധ്യാപനം ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും അധ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു സമ്മാനമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കാര്യം കുഞ്ഞുങ്ങളുടെ കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് ശരിക്കും സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നൊരു കാര്യമല്ല. നമ്മുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പം ഒരുപാട് പേരൻസ് കുഞ്ഞുങ്ങളെ കാണാൻ വന്നവരൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. ഒരുപാട് നാളിന് ശേഷം ഞങ്ങളെ കരയിച്ചു, സ്പർശിച്ചു. അപ്പം ആ കമൻ്റൊക്കെ കേട്ടപ്പം സത്യം പറഞ്ഞാൽ എല്ലാവരും കാണണം, കമൻറ്റ് പറയണം, തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട്. സാറേ ടാപ്പിംഗ് ഒക്കെ പഠിച്ചതാണോ? ടാപ്പിംഗ് പഠിച്ചതല്ല, നമ്മുടെ വീട്ടിൽ തന്നെ റബ്ബറുണ്ട്, അത് കണ്ടു മനസ്സിലാക്കി. എന്നാലും വ്യത്യസ്തമായ ഒരു റോള് കിട്ടി, അത് ഫലപ്രദമായി ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. പിള്ളേരെ ഒറ്റി അങ്ങനെ ഒരു വില്ലൻ പരിവേഷം എനിക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഞങ്ങളുടെ 2 ടീച്ചേഴ്സിനാണ് ഉള്ളത്. അപ്സര ടീച്ചറിനും വിധു ടീച്ചറിനുമാണ് മുഴുവൻ ക്രെഡിറ്റ് നൽകേണ്ടത്. നല്ലൊരു തീം കുട്ടികളിലും രക്ഷകർത്താക്കളിലും സമൂഹത്തിലും എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും പ്രതീക്ഷയില്ല, ഇത്രയും എല്ലാവരും നല്ലതെന്ന് പറഞ്ഞു, കണ്ടപ്പം നല്ലതായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും പെട്ടെന്ന് സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ ഒന്ന് കയറാൻ പറ്റി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും കളിയാക്കും എന്നൊക്കെ വിചാരിച്ചു.
എല്ലാത്തിനും കളിയാക്കുന്ന കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവന്മാരൊക്കെ കണ്ടിട്ട് അവന്മാരെ കണ്ണു നിറയിച്ചില്ലയോ? കാണാ കൊള്ളാം എന്ന് പറഞ്ഞു അവന്മാരൊക്കെ ലാസ്റ്റ്. എൻ്റെ പേര് അപ്സര, ഞാൻ ഇവിടുത്തെ ടീച്ചറാണ്. ഞാനതിൽ സുജയായിട്ടാണ് വേഷം ചെയ്തിരിക്കുന്നത്. ഇത് അശ്വിനി 10th പഠിക്കുന്നു. അശ്വിനിയാണ് ഇതിനകത്ത് ദിവ്യ എസ് അയ്യർ എന്നുള്ള മീൻസ് ദിവ്യ എന്നുള്ള ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അനഘ 9th പഠിക്കുന്നു. അനഘയാണ് അതിലെ ക്യാരക്ടറിന്റെ പേര് സ്നേഹ, വയ്യാത്ത കുട്ടി. ഇത് വിധു ടീച്ചറാണ്. ടീച്ചർ രമണി എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതെ, ഞങ്ങൾ രണ്ടുപേരും ടാപ്പിംഗ് തൊഴിലാളികളാണ്. ആർദ്രൽ 9th പഠിക്കുകയാണ്. ആർദ്രാണ് ഇതിനകത്ത് ബിബിൻ എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. കേശവ് നമ്മുടെ HM സുരേഷ് സാറിന്റെ മകനാണ്. ഞങ്ങളുടെ HM ആണ് സുരേഷ് സാറ് രമേശ് എന്നുള്ള ക്യാരക്ടറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കഥ എഴുതിയത് അരുൺ എഴുത്തച്ഛനാണല്ലേ? അതെ. സീനൊക്കെ ആയപ്പോ ഞങ്ങൾ കണ്ണ് നിറഞ്ഞു പോയി. സൂപ്പർ ആയിട്ട് സങ്കടപ്പെട്ടു പോയി മോളെ? ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോയി. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ണ് നിറഞ്ഞു. നീയോളം എന്ന സിനിമയുടെ പേര് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല സിനിമയായിരിക്കും. സൂപ്പർ സിനിമയായിരുന്നു. വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. എൻ്റെ സഹപ്രവർത്തകര് വളരെ കഷ്ടപ്പെട്ടെടുത്തൊരു സിനിമയായിരുന്നു. അവര് ഒരു ടീച്ചർ എന്നുള്ളതിലുപരി നല്ലൊരു അഭിനേതാക്കളും കൂടിയാണെന്നുള്ളത് സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. കണ്ണ് നിറഞ്ഞു കണ്ടപ്പോൾ നല്ല ടച്ചിങ് സ്റ്റോറിയായിരുന്നു. കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കാണേണ്ട സിനിമയാണ്.